എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജയ ജയ ശ്രീ രാധേ. ഓം നമോ നാരായണ. നമ്മൾ ഇപ്പം ഇന്ന് ചൊല്ലാൻ പോകുന്ന ഈ കവിയുടെ പേര് റസ്ഖാൻ എന്നാണ്. നമ്മുടെ വൃന്ദാവനത്തിൽ ഇഷ്ടംപോലെ സെയിൻസ് ഉണ്ടാവാറുണ്ട്. കേട്ടതും കേൾക്കാത്തതും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം 100-200 പേരാണ് ഇപ്പോഴും അതിൻ്റെ അറിവിൽ നമ്മുടെ കുറേ ആൾക്കാർ എഴുതി വെച്ച സെയിൻസ് ഉണ്ട്. ഇവരെയൊക്കെ വൃന്ദാവനത്തിൽ വിളിക്കുന്ന റസിക് സന്ത് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു പഴച്ചാറ് എടുക്കുവാണ്. ആ പഴച്ചാറിൻ്റെ എസൻസ് എന്ന് പറയുന്ന ആ ഒരു രസമുണ്ടല്ലോ, ഇപ്പം നമ്മൾ വേദങ്ങളിൽ പറയുന്നു രസോ വൈശ്യ, ആ രസം അറിഞ്ഞ സെയിൻസാണ് ഇവരെല്ലാവരും. അതിനെ അവരെ റസിക് സൺസ് എന്ന് പറയാറുണ്ട്. ഇപ്പം എത്രയോ 4-5 സമ്പ്രദായങ്ങളിൽ വരുന്ന നമ്മുടെ വല്ലഭാചാര്യയുടെ സമ്പ്രദായത്തിലും ഹിത് ഹരിവംശ് രായയുടെ സമ്പ്രദായത്തിൽ വന്നുകൊണ്ടിരുന്ന കുറച്ച് സെയിൻസിൽ ഒരെണ്ണമാണ് ഈ പറഞ്ഞ റസ്ഖാൻ. അദ്ദേഹത്തിൻ്റെ പേര് റിയൽ നെയിം സയ്യദ് അബ്രാഹാം ആയിരുന്നു. ഇദ്ദേഹം ഒരു 14th-15th സെഞ്ച്വറിന് അടുപ്പിച്ച് ഡൽഹിയിലായിരുന്നു വസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് ആലോചിക്കുന്നത്, അതായത് അക്ബറിനൊക്കെ മുന്നേ ഉണ്ടായിരുന്നൊരു സമയമാണ്. നല്ലൊരു പഠാൻ ഫാമിലിയിൽ ജനിച്ച ആളായിരുന്നു. പഠാൻ എന്ന് പറയുമ്പോൾ നല്ലൊരു സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച വളർന്ന് ഇഷ്ടംപോലെ കാശും സമൃദ്ധിയും എല്ലാം അദ്ദേഹത്തിന് കിട്ടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹമാണ് അത് ഈ റസ്ഖാനായി മാറിയത്. ഇതിനെക്കുറിച്ച് നമ്മുടെ കുറേ ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചൊരു സ്റ്റോറിയുണ്ട്, ഹൗ ഹി ബിക്കെയിം ക്ലോസർ ടു ലോർഡ് കൃഷ്ണ ഡ്യൂറിങ് അയാളുടെ ടീനേജ് സമയത്ത്. അതായത് ടീനേജ് അല്ല, ഒരു യൗവനാവസ്ഥ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വീട്, അതായത് ഡൽഹിയിലുണ്ടായിരുന്ന ആ നഗരത്തിൽ ഈ വ്യാപാരങ്ങളൊക്കെ ഇഷ്ടംപോലെ നടന്ന സ്ഥലമായിരുന്നു. ഇദ്ദേഹത്തിന് അവിടുത്തെ ഒരു മർച്ചൻ്റെ ഒരു കിഷോർ, ഒരു ടീനേജ് ബോയ് ആയിട്ടൊരു ഭയങ്കര ആസക്തിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇന്നും ആ പയ്യനെ നോക്കും, അവനെ നോക്കുക, അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക, അവൻ്റെ ചലനങ്ങൾ ആസ്വദിക്കുക. ഇതായിരുന്നു ഈ സയ്യദ് ഇബ്രാഹിമിൻ്റെ മെയിൻ ജോലി. ചില സമയത്ത് ഇത്രയും മാഡായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ പോലും അദ്ദേഹം കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. ചില സമയത്ത് ആ പയ്യൻ്റെ ഉച്ഛിഷ്ടം വരെ ഈ സയ്യദ് ഇബ്രാഹിം കഴിക്കുമായിരുന്നു. ഒരു ദിവസം ഇതേ സ്ട്രീറ്റിൽ കൂടെ അദ്ദേഹം നടന്നുകൊണ്ടിരുന്നപ്പം ഒരു വൈഷ്ണവ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഒരു ശിഷ്യൻ ചോദിക്കും, ആചാര്യൻ, നമ്മൾ ഇങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കുന്നത്, ഇങ്ങനെയാണ് പ്രേമിക്കേണ്ടത്. അത് വളരെ സിമ്പിളല്ലേ, ഇതിലെത്ര ആലോചിക്കാതിരിക്കുന്നു. ഇങ്ങനെയാണോ സയ്യദ് ഇബ്രാഹിം ആ പയ്യനെ നോക്കുന്നത്, അതേപോലെ നീ ഭഗവാനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. സയ്യദ് ഇബ്രാഹിമിനെ പയ്യനല്ലാതെ വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. നീ അതേപോലെ ഓർമ്മിക്കും, നിനക്കൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ പയ്യനെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പറ്റുവിടാന്ന് ചോദിക്കും. അപ്പം ഇത് കേട്ട് സയ്യദ് ഇബ്രാഹിം ആകെ ഇതായിപ്പോയി. അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല. അതൊരു എന്താ പറയുക, റിവേഴ്സ് മാർക്കറ്റിംഗ് പോലെ എന്ന് പറയത്തില്ലേ നമ്മുടെ ടേം, അതേപോലെ ആയിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ആ വൈഷ്ണവാചാര്യനെ അടുത്ത് ചോദിച്ചു, താങ്കൾ എന്തിനാ ഇങ്ങനെ സംബോധന ചെയ്തു? നിനക്ക് റിയലായിട്ട് പ്രേമിക്കണമെങ്കിൽ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? വൃന്ദാവനത്തിന് ഇപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്, അവനെ നിനക്ക് പ്രേമിച്ചൂടെ? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അങ്ങനെയാണ് അദ്ദേഹം ഗോവിന്ദ് ദേവ് ടെമ്പിളിലും രാധാരമൺ ടെമ്പിളിൽ പോയിട്ടും അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒരാലോചിക്കണം, ഒരാളിങ്ങനെ പറഞ്ഞാൽ തന്നെ ഉടനെ തന്നെ കൃഷ്ണഭാവം അല്ലെങ്കിൽ കൃഷ്ണപ്രേമം വരണമെന്നില്ല. ഇത്രയോ ഒരു എന്താ പറയുക നികൃഷ്ട ഭാവത്തിൽ ഇരുന്നാൽ പോലും ആ ഭാവത്തിൽ വരണമെങ്കിൽ ഇവിടെയോ ഒരു ഗ്രേസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്ട്രോങ് ഫീൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ആചാര്യൻ വിഠൽ നാഥ്ജിയുണ്ട്, ഒരു വല്ലഭ സമ്പ്രദായത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് സയ്യദ് ഇബ്രാഹിം അവസാനം റസ്ഖാനായി മാറി. പിന്നെ അറിയാം, നമുക്ക് ആ സമയത്ത് വൃന്ദാവനിലൊക്കെ ഹിന്ദുസിനും മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിന് പ്രവേശനമില്ല, ബിക്കോസ് ഹി വാസ് എ മുസ്ലിം. എന്നിട്ട് പോലും അദ്ദേഹം ആ സ്ട്രഗിൾ ചെയ്ത് അവസാനം എന്താ പറയുക, അദ്ദേഹത്തിന് ആ സന്തിൻ്റെ അല്ലെങ്കിൽ ആ സെയിൻറ്റ്ഹുഡിൻ്റെ ഒരു പദവി കിട്ടി. അപ്പോൾ അദ്ദേഹം കുറേ കവിതകളിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്, റസ്ഖാൻ രത്നാവലി, പ്രേം വാട്ടിക. അപ്പോൾ ഈ പ്രേം വാട്ടികയിൽ 54-55 ദോഹാസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ദോഹയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ഞാനിവിടെ ഭഗവാൻ കൃപയോട്ട് പറയാൻ ശ്രമിക്കുന്നത്.
അപ്പം ഇതിൽ ഫസ്റ്റ് ദോഹ, कहूँ याही फसी कहत, कहूँ कहत तरवार, नेजा बाला तीर कहूँ कहत अनोखी डार. അതായത് ഡിസ്ക്രൈബിങ് ലവ്, എല്ലാവരും അതിനെ പല പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഡൈവേഴ്സ് ഫോമായിട്ടും. ചിലർ അതിന് ആയുധങ്ങളുടെ പല പല പേരുകൾ കൊടുക്കാറുണ്ട്. എന്താ പറയുക, ഒരു സ്വാഡായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക അമ്പും വില്ലായിരിക്കാം, എന്താ പറയുക ഒരു ആരോ വിടുമ്പം ഉണ്ടാവുന്ന ആ സ്ട്രെങ്ത് ആയിരിക്കാം. ചിലവരതിനെ ഷീൽഡ്, നമ്മൾ എന്താ പറയുക ഈ വാരിയേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഷീൽഡ് ഉണ്ടല്ലോ. അപ്പം ഇദ്ദേഹം ഇവിടെ ആ ദിവ്യ പ്രേമത്തിന് ഇതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഒരു പ്രൊട്ടക്ഷനാണ്. നമുക്ക് ആ പ്രേമഭാവത്തിന് അതായത് അൺകണ്ടീഷണൽ ലവ് വന്നു കഴിയുമ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരോ അല്ലെങ്കിൽ ഈ ഫൈറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സാധനം, പക്ഷെ അതിനേക്കാളും മുകളിലും അവിടെയും ഒരു നെഗറ്റിവിറ്റിനെ പോലും അദ്ദേഹം ഡിവൈൻ ലവ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ഡിവിനിറ്റി വന്ന് കയറിയപ്പം റസ് ഖാൻ പറയുകയാണ് അവിടെയും ഈ ആരോ ആയാലും ഇവിടെ ഈ ഷീൽഡ് ആയാലും അതൊരു വാരിയേഴ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പറയാറുണ്ട് ക്ഷത്രിയന്മാർക്ക് പ്രേമമില്ല. ഈ ഇൻസ്ട്രുമെന്റ് വെച്ച് തന്നെ ഇദ്ദേഹം ഡിവൈൻ ലവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ അടുത്തൊരു കുറച്ച് ശ്ലോകം നോക്കി ഇതെല്ലാം കുറച്ചൊക്കെ ഇന്റർ കണക്റ്റഡ് ആയി നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ശ്ലോകത്തിൽ പറയും അദ്ദേഹം, പ്രേം രൂപ് ദർപ്പൻ അഹോ രചേ അജൂബ ഖേൽ, യാമേ ആപ്നെ രൂപ് ലഖൂ യാമേ ആപ്നോ രൂപ് കഹു ലക്കി പർ ഹേ അൻമോൽ. പ്രേമത്തിൻ്റെ എന്താ പറയുക ആ എസെൻസ് പറയുമ്പോൾ രണ്ട് പേര് ഡിഫറെൻ്റ് ആയിരിക്കാം. അവർ രണ്ടുപേരും തമ്മിൽ ഇൻഡിവിജ്വാലിറ്റി, രണ്ടുപേർക്കും പല പല ഭാവങ്ങളായിരിക്കാം. പക്ഷെ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വരുമല്ലോ, ഒരു ലവിൻ്റെ ഒരു അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈവൻ ദോ രണ്ടുപേർക്കും രണ്ട് ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കും, പക്ഷെ അത് ഓപ്പൺ ചെയ്യുമ്പം ആക്ച്വലി അവർ ഒന്നാണ്. അവർക്ക് ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. രണ്ടുപേർക്ക് ചിലപ്പോൾ പറയാറില്ലേ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റിപ്പിൾസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഇവിടെ ഈ രണ്ടുപേരും ഒന്നായി വരുന്നത് ബിക്കോസ് അവർ ആ ലവ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ചിലപ്പം അവിടെ ഈ ലവ് എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ രണ്ടുപേരും ചിലപ്പോൾ മുഖത്ത് നോക്കത്തു പോലും ഇല്ല. ചിലപ്പോൾ ഈ ചെറിയ ലവിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഫീൽ ചെയ്യാറ് ഒരു അമ്മയ്ക്ക് പോലും മോൻ്റെ കൂടെ സ്നേഹം തോന്നുന്നത്, ഒരു ചേട്ടന് ഒരു അനിയനോട് സ്നേഹം തോന്നുന്നത്, ഒരു അച്ഛനൊരു അമ്മയ്ക്ക് സ്നേഹം തോന്നുന്നത്. ബിക്കോസ് എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ആൾക്കാർക്ക് ഓരോ ഭാവങ്ങളും ഓരോ സൈക്കോളജിക്കൽ ഇമോഷൻസും ഒക്കെ ആയാലും ഇവർ ഒരുമിച്ച് വരുമ്പം ആ ഡിവൈൻ ലവ് അല്ലെങ്കിൽ ആ സ്നേഹഭാവം വരുമ്പോൾ ഇവരെല്ലാവരും എന്താ പറയുക വണ്ണസിലോട്ട് പോവുകയാണ്. അതാണ് അദ്ദേഹം ഇവിടെ ഇത് പറഞ്ഞത്. നേരത്തെ ആ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും ഈ ഫൈറ്റേഴ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാരിയേഴ്സ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൽ പോലും അദ്ദേഹം ആ ഡിവൈൻ ലവിനെ കൊണ്ടുവരുവാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തോട്ട് പ്രോസസ്സ് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ഇത്രയോ എന്താ പറയുക കഷ്ടപ്പെട്ട് അമ്പലത്തിൽ ഭഗവാനെ കാണാൻ പറ്റാത്ത ആളിങ്ങനെ കവിത എഴുതുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഗ്രേസ്, ഒബ്വിയസ്ലി ആ ഗുരുവിൻ്റെ കൃപയും ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് എല്ലാ ശ്ലോകങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കുറയ്ക്കാൻ നോക്കുമ്പോൾ കുറയ്ക്കാനും പറ്റുന്നത് അതേപോലെ ഉണ്ട്, കുറയണം. അപ്പം ഞാൻ അതിലാകെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 10-13 എടുത്തിട്ടുള്ളൂ. ഇതിന് അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം സാക്രിഫൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രേം വാരുണി ഛാനി കെ ബരുൺ ഭരാ ജലധീസ്, പ്രേമഹി തേ വിശ്വപാൻ കരി പൂജെ ജഗത് ഗിരീസ്. ഇപ്പം വരുണ ദേവൻ പോലും, അതായത് വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം അതുപോലും ഫിൽട്ടർ, അതുപോലും അതിൽ എന്താ പറയുക നമുക്ക് ദാഹം വന്നു കഴിഞ്ഞാൽ അതൊരു ഇൻടോക്സിക്കേഷനാണ്. ഒരു മതം മലയാളത്തിൽ എന്താ പറയുക മദ്യം കഴിക്കുമ്പോൾ ഒരു മതം, പക്ഷെ ആ വെള്ളം ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഈ വെള്ളം കിട്ടുമ്പോൾ അതും പ്രേമഭാവത്തിലാണ്. ഭഗവാൻ ശിവൻ പോലും ആ ഹലാഹല വിഷം കഴിച്ചത്, അതായത് അദ്ദേഹം അത് കഴിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം എന്തോ ആയിരുന്നു സമുദ്രം എന്ന് സംഭവിക്കാൻ പോകുന്നത്, ആ ഭൂമി നശിച്ചു പോയേനെ. അദ്ദേഹം പോലും അത് ഗ്രഹിച്ചത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലവ്. അപ്പോൾ അവിടെ ആ പ്രേമഭാവം അദ്ദേഹത്തിന് ഉള്ളിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത്, അതും വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ. എന്താ പറയുക, നമ്മൾ ആ സമുദ്രത്തിൻ്റെ സ്റ്റോറി തന്നെ ഒന്നും ഇത്രയും പേരും ചോദിച്ചു, എല്ലാവർക്കും സ്വർണം മാത്രം മതിയായിരുന്നു. അഴുക്ക് സംഭവങ്ങളൊക്കെ സമുദ്രമന്ത്രത്തിൽ നിന്ന് വന്നപ്പോൾ ആർക്കും വേണ്ട. ആ സമയത്ത് വേണ്ടാത്തൊക്കെ എടുത്തതെല്ലാം ഭഗവാൻ ശിവൻ തന്നെ. പക്ഷേ എന്നിട്ട് നമ്മൾ പുള്ളിയെ കുറ്റവും പറയും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് തന്നെ അല്ലേ, സ്വർണ്ണാഭരണങ്ങളും ഇല്ല, ഒന്നുമില്ല, ഉപയോഗിക്കുന്ന പൂക്കൾ പോലും
കാട്ടുപൂക്കളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യോഗിയല്ലേ. പക്ഷെ അദ്ദേഹത്തിനൊന്നും വേണ്ട, ഒന്നും വേണ്ടാന്നാലും ആ ഡിവൈൻ ലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ഇപ്പോൾ ഇത് ഓർമ്മ വന്നാണ്, വേറെ സ്ഥലത്ത് ഒരാൾ ചോദിച്ചു, പാർവതി ചോദിച്ചു ശിവനോട്, താങ്കൾ എന്നെ എത്രയാ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ ശിവൻ ഒന്നും പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയാതെ അങ്ങനെ വന്നപ്പം അവസാനം നിങ്ങൾ ഏത് നേരവും ഈ മുണ്ടമാല ഇട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ധൈര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചൂടെ എന്ന് ചോദിച്ചു. ഇത് കാണുമ്പോൾ എനിക്കെന്തോ ഭയം തോന്നുന്നു എന്ന് പറയും. അപ്പം അവസാനം ഭഗവാൻ ശിവൻ പറയും, പാർവതിക്ക് ഇപ്പം പാർവതിയായി മാത്രമേ ഓർമ്മ വന്നുള്ളൂ. നിൻ്റെ എത്രയോ 51 ജന്മങ്ങൾ കഴിഞ്ഞപ്പം ഓരോ പ്രാവശ്യം എനിക്ക് നിന്നെ പിരിയാൻ പറ്റാത്തത് കൊണ്ട് നിൻ്റെ ശിരസ്സാണ് ഞാൻ ഈ മുണ്ടമാലയായിട്ട് അണിഞ്ഞിരിക്കുന്നത്. സതിയായിട്ടും അതിന് മുമ്പ് എത്രയോ കൽപ്പങ്ങളിലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നിനക്ക് ഓർമ്മയില്ല. അപ്പോൾ അതാണ് ആ ഡിവൈൻ ലവ്. നമ്മൾ ശിവനും പാർവതിയുടെ ലവ് എന്നപ്പോൾ അത് പാർവതിക്ക് പോലും മനസ്സിലായി. പക്ഷേ ഭഗവാൻ ശിവൻ അപ്പോഴും പാർവതിയുടെ ആ ദിവ്യ പ്രേമം ഉണ്ടായിരുന്നു. ഇവിടെയും റസ്ഖാൻ പറയുന്ന ആ സാക്രിഫൈസ് ഓൺ എന്താ പറയുക, വിഷം എടുക്കുന്നതും അതും പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഡിവൈൻ ലവ് ആണ്. തോരി മോനഹി തേ ഹിയോ ഫോർനി മോഹിനി മാൻ പ്രേം ദേവ് കി ചാവേനി ലിഖേ ഭയ മിയ റസ്ഖാൻ. ഇദ്ദേഹത്തിന് ഇവിടെ ആണ് ഡയറക്റ്റായിട്ട് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണഭക്തിയെക്കുറിച്ചും അദ്ദേഹം സംബോധനം ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ആക്ച്വലി ഈ സ്റ്റോറി ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് തന്നെ പറയാം. അതായത് ഇത്രയും നാളായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമൊക്കെയോ വേണ്ടി അലഞ്ഞു, പെണ്ണുങ്ങളുടെ പുറകിൽ, ആണുങ്ങളുടെ പുറകിൽ, എല്ലാവരുടെയും പുറകിൽ അലഞ്ഞു. പക്ഷേ താങ്കളുടെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് പൂർണ്ണ ഭക്തി എന്താണെന്ന് മനസ്സിലായത്. പക്ഷെ ഇതെല്ലാം ടെമ്പററി ആണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പോവും. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ രസം, ആ എസൻസ് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം 101% പെർഫെക്റ്റ് ആയിട്ട് ശേഷമാണ് അദ്ദേഹം ഇത് ആക്ച്വലി പോയം എഴുതിയത്. അത് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി ഞാൻ റസ് ഖാനാണ്. ഖാൻ ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഖാൻ എന്ന് പറയുമ്പോൾ അവരുടെ സബ് ടൈറ്റിലാണ് മുസ്ലിംസിൽ പഠാൻ ഖാൻ, ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ. പക്ഷെ ഖാൻ ഹിന്ദിയിലൊരു മീനിങ് കൂടെയുണ്ട്, ഖനം, മൈൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ ആ രസത്തിൻ്റെ ഖനമായി മാറി. ബിക്കോസ് ഇതിനകത്ത് കൃഷ്ണപ്രേമം അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്കിനി വേറെ തോട്ട്സ് ഒന്നും ഇല്ല. അപ്പം ഈ സമയത്ത് എനിക്കിത് മാത്രം മതി. ഇതാണ് അദ്ദേഹം കവിതയിൽ കൂടെ പറയുന്നത്. ബിക്കോസ് അവസാനം അല്ലെങ്കിൽ ഇത്രയും മ്ലേച്ഛ ആയ ഒരു കമ്മ്യൂണിറ്റി ജനിക്കേണ്ടി വന്നിട്ട് പോലും എനിക്ക് ആ രസ്ഖാനായി മാറാൻ ആ ഗുരുവിൻ്റെ കൃപ ഉണ്ടായി. അതാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. कारज कारण रूप यह प्रेम कहे रसखान कर्ता कर्म क्रिया करन आप ही प्रेम बखान. ഭാഗവത്തിലൊക്കെ ഈ ക്രിയേഷൻ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ദേവി ഭാഗവത്തിൽ ഒരു കളി വെച്ചാണ് ദേവി സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റസ്ഖാൻ പ്രേമത്തിനെയാണ് അതിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആ പ്രേമഭാവം ഉള്ളതുകൊണ്ടാണ് ഈ ക്രിയേഷൻ അല്ലെങ്കിൽ എൻറ്റയർ ഈ നമ്മൾ കാണുന്ന സൃഷ്ടി പോലും ഈ പ്രേമം ഉള്ളതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അതായത് ഇവിടെ പ്രേമം തന്നെയാണ് കർത്താവും ആക്ഷനും ദൈവത്തിൻ്റെ രൂപവും അരൂപവും ദൈവം ഇല്ലാതിരിക്കുന്നതും ഉണ്ടതും ആ എല്ലാ ഫോമിലും അതിൻ്റെ എസൻസ് ലവ് ആണ്. അതായത് ഇവിടെ ലവ് അല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് ഇദ്ദേഹം ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അല്ലെങ്കിൽ സൂഫിസത്തിലും ഇതേ കാര്യം തന്നെ അദ്ദേഹം പറയാറുണ്ട്. ഈ ഒരു ചെറിയ സ്റ്റോറി ഓർമ്മ വന്നാൽ, ഒരു പ്രാവശ്യം ഒരു പീർ അല്ലെങ്കിൽ ഒരു ഫക്കീർ ഉണ്ടായിരുന്നു. ഫക്കീറല്ലല്ലോ, ഒരു നമ്മുടെ മസ്ജിദിലെ മെയിൻ ഉസ്താദ്, അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു അദ്ദേഹം ആ പ്രേയസിയുടെ പ്രിയതമൻ വരുന്നു എന്ന് അറിഞ്ഞപ്പം അത്രയോ നാളെ പ്രതീക്ഷയോടെ ഇരുന്ന് അതുമാത്രം കാത്തിരിക്കുന്ന പ്രേയസി ഒന്നും കണ്ടില്ല, ഓടുക അവളുടെ ആ കാമുകനെ കാണാൻ വേണ്ടി. അപ്പം ആ ധൃതിയിൽ അദ്ദേഹം ഈ ഉസ്താദിനെ തട്ടിക്കൊണ്ടുപോകും. തട്ടിയിട്ട്, അതായത് ചെറുതായി തട്ടിയും അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരുന്ന് ചെറുതായിട്ട് വീഴും. പക്ഷെ അവർക്കിതൊന്നും ഓർമ്മയില്ല, അവർ നേരെ അങ്ങ് പോകും. അടുത്ത ദിവസം ആ ഉസ്താദ് ഈ സ്ത്രീയെ കണ്ട് ചോദിക്കും, നിനക്ക് ഇത്രയും ഇതില്ലേ, ഒരു സ്ത്രീയാണ്, ഇങ്ങനെയാണോ ഓടുന്നത്, ഇന്നെ പോലെയുള്ള വലിയൊരു ഉസ്താദിൻ്റെ ഫ്രണ്ടിൽ നീ തട്ടുന്നതോ, അതൊക്കെ നിന്നെ കണ്ടില്ലേ, അതും ഈ നിസ്കരിക്കുന്ന സമയത്താണോ ഇങ്ങനെ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അപ്പം ആ പ്രേസി പറഞ്ഞു,
ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ ആളിനെ ഇഷ്ടപ്പെട്ടത്. അപ്പം എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ആലോചിച്ചില്ല. പക്ഷെ താങ്കൾക്ക് ദിവ്യപ്രേമം ആ അള്ളാവിൻ്റെ കൂടെയല്ലേ. പക്ഷെ താങ്കൾ എന്നെ എങ്ങനെ കണ്ടു ആ സമയത്ത്? താങ്കൾ നിസ്കരിക്കുന്നത് അള്ളാവിനെ നിസ്കരിക്കുമ്പോൾ ആ ദിവ്യപ്രേമത്തിനോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലേ. അപ്പോൾ താങ്കൾ എന്നെ എങ്ങനെ കണ്ടു? ഞാനൊരു മെറ്റീരിയൽ പ്രേമത്തിന് വേണ്ടി ഒരാളുടെ കൂടെയാണ് ഞാൻ സ്നേഹിച്ചത്. ആ സ്നേഹത്തോടെ എനിക്ക് നിങ്ങളെ കണ്ടുപോലും ഇല്ല. അപ്പോൾ ആ സമയത്ത് ഉസ്താദിനൊന്നും പറയാനില്ല. അതൊരു ലെസൺ ആയിരുന്നു ആ ഉസ്താദിന്. അതായത് ഇവിടെ ഒരാൾ മെറ്റീരിയൽ ലവിനെ പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ അവിടെ മോർ ദൻ മെറ്റീരിയൽ അവർ ആ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ആ ലവിൻ്റെ എസൻസിനെ മറന്നുപോയി. അപ്പം ആ ഡിവൈൻ ലവ് ആണ് ഇവിടെയും റസ്ഖാനും പറയുന്നത്. അടുത്ത പോയത്തിൽ അദ്ദേഹം രാധയും കൃഷ്ണൻ്റെയും പ്രേമഭാവത്തിൻ്റെ ഒരു നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രേം ആയിനി ശ്രീ രാധിക പ്രേം ബരൻ നന്ദ നന്ദൻ പ്രേം വാട്ടിക കെ ദോഹു മാലി മാലൻ ദന്ത്. അദ്ദേഹത്തിൻ്റെ വേൾഡിൽ കൃഷ്ണനും രാധയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു പൂന്തോട്ടത്തിൽ നോക്കുന്ന ആൾ, ഇവർ രണ്ടുപേരും രാധയും കൃഷ്ണനും. ആ പൂന്തോട്ടമാണ് രാധ, ആ കൃഷ്ണനാണ് ആ ഗാർഡന്. പക്ഷെ ഇതിൻ്റെ ഡീപ്പർ മീനിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഗാർഡനും ആ ഗാർഡനെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിനെ നോക്കുന്ന ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ, ആ പൂന്തോട്ടക്കാരൻ ആ പൂവിനെ നോക്കുന്നു, ചെടികളെ നോക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ വണ്ടുകൾ വരുന്നു അല്ലേ, പൂക്കൾ വരുന്നുണ്ട്, കിളികൾ വരുന്നുണ്ട്, അവരുടെ ആഹാരമായി മാറുന്നുണ്ട് അല്ലേ, ചിലവർക്ക് ഭക്ഷണമായി മാറുന്നുണ്ട്. അത് കാരണം ചിലരുടെ വയറ് നിറയുന്നുണ്ട്, ചിലവർക്ക് ജോലി ചെയ്യാനുള്ള എനർജി കിട്ടുന്നുണ്ട്. അത് തന്നെയല്ല തൊട്ട് മുന്നേ ഇദ്ദേഹം പറഞ്ഞ എൻറ്റയർ ക്രിയേഷൻ ഇസ് ബിക്കോസ് ഓഫ് ലവ്. അപ്പോൾ ഇവർ തമ്മിൽ ആ ലവ് ഉള്ളത് കൊണ്ടാണ്, അതായത് സൂര്യൻ്റെ പ്രകാശനം പോലെ ലവ് ഉള്ളത് കൊണ്ടാണ് ക്രിയേഷൻ പോലെ നടക്കുന്നത്. ഇപ്പം ഇത് ഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്കും അവിടെ രാധയും കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ആ ഗാർഡൻ ഇതെല്ലാം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും എന്താ പറയുക, മഴയും എന്താ പറയുക സൂര്യനും തമ്മിലുള്ള പ്രേമവും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾക്ക് ഭക്ഷണം കിട്ടുന്നതെന്ന് പറയുന്നില്ലേ. അപ്പോൾ അവിടെ ആ പ്രേമഭാവത്തിൻ്റെ സിമ്പിൾ അവിടെയുണ്ട്. അതായിരുന്നു ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ പ്രേമം എന്താണെന്ന് അതും അടുത്ത 2-3 ശ്ലോകത്തിൽ ഇദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയാം. കമല ത്വന്ത് തോ ചീദ് അരു കഠിന ഖഡ്ഗ് കീ ധാര അഥി സൂദോ ടേഡോ ബഹുരി പ്രേമ പത്ത് അനിവാർ. ഇതൊരു ലോട്ടസ് ഫ്ലവറിൻ്റെ പെറ്റലിനെ പോലെ ഭയങ്കര തിന്നുമാണ്, പക്ഷെ വെരി ഷാർപ്പ്, ഭയങ്കര ഷാർപ്പും കൂടെയാണ്. ഒരു സ്വാഡിനെ പോലെ, ഒരു വാളിനെ പോലെ സ്ട്രെയിറ്റ് ഫോർവേഡുമാണ്, പക്ഷെ വളഞ്ഞ ആളും കൂടെയാണ്. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ വളഞ്ഞിരിക്കുന്ന പോലെ അതായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏറ്റവും എസെൻഷ്യൽ വൺ, അതായത് ഏതിൻ്റെയും ഒരു ബേസാണ്, ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ് അല്ലേ. ആ വൈറ്റ് കളർ, ആ വൈറ്റ് ബോർഡ് ഇല്ലെങ്കിൽ എത്ര നല്ല മനോഹരമായ ചിത്രം ഉണ്ടെങ്കിലും കാര്യമില്ല. അപ്പോൾ അതേപോലെയാണ് അദ്ദേഹം ഇവിടെ ലവിനെ സിംബലൈസ് ചെയ്യുന്നത്. ജ്ഞാന ധ്വാന വിദ്യ മതി മത് വിശ്വാസ് വിവേക് ബിനാ പ്രേം സബ് ധൂർ ഹൈ അഗ് ജഗ് ഏക് അനേക്. നമ്മൾ എന്തെല്ലാം ജ്ഞാനം കിട്ടിയാലും, എത്ര മെഡിറ്റേഷൻ ചെയ്താലും, കുറേ ബുക്ക് വായിച്ചാലും, എവിടെയൊക്കെയോ ഫെയ്ത്തിനോട് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാൻ തുടങ്ങിയാലും ഇതെല്ലാം വെറും പൊടിയാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിവൈൻ ലവ്. ബിക്കോസ് ആ സുപ്രീം ബ്രഹ്മൻ തന്നെ ആ പ്രേമഭാവത്തിൻ്റെ സിമ്പിളാണ്. അതില്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ടും ഒരു കാര്യമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്. സത്യം പറഞ്ഞാൽ ഇത് തന്നെ നമ്മൾ ഈ ഒരു വാക്ക് ചിലപ്പം ഞാനത് വായിച്ചപ്പം ഞാൻ തന്നെ ആലോചിച്ചു, എന്തെല്ലാം പഠിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ആ എസെൻസ് ഉള്ളിൽ വന്നില്ലെങ്കിൽ പിന്നെ വാട്ട് ഈസ് ദ യൂസ്? എന്താ പറയുക, വടയിൽ ഉപ്പില്ലാത്ത പോലെ അല്ലെങ്കിൽ പായസത്തിന് മധുരം ഇല്ലാത്ത പോലെ ആയിപ്പോൾ. അതിസൂക്ഷ്മ കോമൽ അതിഹി പതരോ അതിദൂർ പ്രേമ കഠിൻ സബ്സെ സദാ നിത് ഇക്കരസ് ബഹു ഭർപൂർ. എന്താ പറയുക, ലവ് ടെൻഡർ, സൂക്ഷ്മമാണ്, ഭയങ്കര കോമളമാണ്. പക്ഷെ അടുത്താണ് നമുക്ക് തോന്നും, പക്ഷെ അടുത്തല്ല, ഇച്ചിരി ദൂരെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണോ? ഒരിക്കലും അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്.
പക്ഷേ കിട്ടിക്കഴിഞ്ഞാലോ വൺസ് അതിൻ്റെ എസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പറയാനില്ല. എനിക്ക് പണ്ട് ഗുരുജി പറഞ്ഞൊരു സ്റ്റോറി ഓർമ്മ വന്നു. അതായത് ഒന്ന് ഞാൻ ഈ സാധനയിൽ വരുന്ന ആ സമയത്തായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് ഈ ഗോപികമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും ഗോപികമാർ, ആർക്കാണ് ഏറ്റവും കൂടുതലും ഭഗവാന്റെ കൂടെ പ്രേമം? അപ്പം എല്ലാവരും പറഞ്ഞു ഞാനാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോഴും രാധയ്ക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒന്നും മിണ്ടത്തില്ല, ചിരിക്കും. അടുത്ത ദിവസം ഇങ്ങനെ ഭഗവാന്റെ ജലദോഷവും പനിയൊക്കെ പോലെ വന്നപ്പം എല്ലാ ഗോപികമാരും വന്നു. അപ്പം ഒരാൾ മറ്റേ ലളിത സഖി ചോദിക്കും, എന്ത് പറ്റി, രാധയെ കാണുന്നില്ലല്ലോ? അപ്പോൾ ബാക്കി ഗോപികമാർ, അവളിപ്പോഴൊന്നും വരത്തൊന്നുമില്ല, അവൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം ഒരു ഗോപിക പറയും, ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രാധയെ അറിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ വയ്യാതിരിക്കുകയാണ്. പക്ഷേ രാധ വരുന്ന സമയത്ത് ഒരു മാനിനെ കണ്ടു. ആ മാനിൻ്റെ കാലിൽ മുള്ള് കയറിയിരിക്കുകയാണ്. അപ്പം മാനിനെ സഹായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഒരു പെരുമ്പാമ്പിനെ കണ്ടു. അതെന്തോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ തിന്നിട്ട് അതിൻ്റെ എല്ലാം സ്റ്റക്കായിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം രാധാറാണി ആ പെരുമ്പാമ്പിനെ സഹായിക്കാനും അതിൻ്റെ ജീവൻ രക്ഷിക്കാനും ശ്രമിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെയും മുന്നോട്ട് പോയപ്പം ഒരു സന്യാസിയുടെ വീട് കത്തിപ്പോവായിരുന്നു. അപ്പോൾ അതിനെ വെള്ളം ഒഴിച്ച് സഹായിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രാധാറാണി വരുന്നത്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് ശ്രീകൃഷ്ണൻ, അപ്പോൾ രാധാറാണി വരാറായപ്പോൾ ഒരു ഗോപി പറയുന്നതായത് വന്നു, നിങ്ങളല്ലേ പറയുന്നത് രാധയ്ക്കാണ് നിങ്ങളോട് ഇത്രയും പ്രേമം, പക്ഷെ ഇതാണ്ട് നമ്മൾ വന്ന എത്രയോ മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് രാധാറാണി നിങ്ങളെ കാണാൻ വന്നതെന്ന്. അപ്പം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്നെ രാധ ഓൾറെഡി ആ മാനിൽ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങളൊക്കെ വരുന്ന മുമ്പേ ആദ്യമേ എന്നെ കണ്ടു കഴിഞ്ഞു. ആ മാനിലും ആ സന്യാസിയിലും ആ പെരുമ്പാമ്പിലും എല്ലാത്തിനും രാധ എന്നെ കണ്ടു. നിങ്ങൾ ഇന്നെ ഒരു ഫിസിക്കൽ ഫോമിലൊരു ക്ലിപ്പിട്ട് ഇതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ രാധയ്ക്ക് മനസ്സിലായി ഞാൻ ഇതിനും ബിയോണ്ടാണ്, അതുകൊണ്ടാണ് രാധ എനിക്ക് പ്രിയം. നിങ്ങളിപ്പോഴാണ് കണ്ടത്, അതിന് മുമ്പേ രാധ എന്നെ കണ്ടു കഴിഞ്ഞു. അപ്പം ഇതേ എസൻസിലാണ് ഇവിടെ റസ്ഖാനും എന്താ പറയുക പറയാൻ ഉദ്ദേശിച്ചത്. प्रेम प्रेम सब कोहु कहत, प्रेम न जानत कोई, जो जन जाना प्रेम तो मेरो जगत क्यों रोए, जाहि पाहि बैकुंठ हरु हरि हूँ की नाही चाही, सोहि अलौकिक सुध सुभ सरस सुप्रेम कहिए. ഈ രണ്ട് ശ്ലോകം ഒരുമിച്ചെടുത്താൽ എല്ലാവർക്കും പ്രേമത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ആർക്കും ഈ പ്രേമം എന്താണെന്ന് അറിയത്തില്ല. ആർക്കും ഒരു ഡിവൈൻ ഒരു ലവർ ആവാനും പറ്റാറില്ല. ബിക്കോസ് ആവുകയാണെങ്കിൽ അവരൊരിക്കലും ഈ ഭൗതികമായിട്ടുള്ള ഈ ചില കാര്യങ്ങളുടെ പുറകിൽ അവരൊരിക്കലും പോകത്തില്ല. അവരൊരിക്കലും അതിനു വേണ്ടി കരയത്തില്ല. പിന്നെ അവരൊരിക്കലും ആക്ച്വലി ഇതിനകത്ത് അദ്ദേഹം ആലോചിച്ച് നോക്കണം, അവിടെ നമ്മൾ ഭൗതികത്തിലുള്ള ചില കാര്യങ്ങളുടെ പുറകിൽ പോകുന്നു. ഇവിടെ നൗ ഹീസ് ടെലിംഗ് അബൌട്ട് വൈകുണ്ഠം. അതായത് ഇത്രയോ ഡിസയർ മനസ്സിലുണ്ടെങ്കിലും അവർ വൈകുണ്ഠം വരെ വേണമെന്ന് പറയത്തില്ല. അത്രയും ആ അറ്റാച്ച്മെൻറ്റും ഒരു കാര്യത്തിനോടും കാണത്തില്ല. രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമനെ മേഘദൂതൻ നാഗപാഷാണത്തിൽ കയറി ബന്ധിക്കും. അപ്പം നാരദമുനി നമ്മുടെ ഗരുഡദേവനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം അറിയാലോ ഗരുഡനും സർപ്പങ്ങളും തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർപ്പങ്ങൾ പോവും, ഭഗവാൻ ശ്രീരാമനെ ലക്ഷ്മണനെ അദ്ദേഹം ജനിക്കും. അപ്പം ഗരുഡൻ പോലും അവസാനം ആലോചിക്കും, ഇതാ ഹരിയാണോ ഇത് സെയിം ലോർഡ് വിഷ്ണു? എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് മനസ്സിലാക്കിയപ്പം നാരദമുനി പറയുന്നു, അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്തിരുന്ന വ്യക്തിയാണ് ഗരുഡൻ. അപ്പം അദ്ദേഹത്തിന് ഈ സംശയം വരുവാണ്. അപ്പം ഇത് കഴിഞ്ഞപ്പം നാരദമുനി ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒരു സെയിൻ്റ് ഉണ്ട്, എനിക്കറിഞ്ഞുകൊണ്ട് ഇത്ര പേര് കേട്ടിട്ടുണ്ട്, കാക് ഭുഷുണ്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നമ്മുടെ വാൽമീകി രാമായണം തുളസി രാമായണത്തിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കാക്കയുടെ ഫേസാണ് അദ്ദേഹം.
ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ ട്രാവൽ ടൈം ആൻഡ് സ്പേസ്. നമ്മളെ ഗെയിംസ് ഓഫ് ത്രോണിലൊക്കെയാണ് ഇപ്പം ടൈം സ്പേസിനെ കുറിച്ചൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റെല്ലാർ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ടൈം ആൻഡ് സ്പേസിനെ കുറിച്ച് പറയുന്നത്. ഇദ്ദേഹത്തിന് ഇത്രയോ ടൈം ആൻഡ് സ്പേസ്, കൽപ്പത്തിലെ ടൈമും സ്പേസിലും മുന്നോട്ടും പുറകോട്ടും വരാൻ പറ്റുന്ന ഒരു വരദാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്ക് ബുഷുണ്ടിയുടെ അടുത്ത്, അതായത് കാക്കയുടെ മുഖമാണ്. അപ്പോൾ ഇതും ഒരു ആലോചിക്കുന്നത്, നമ്മുടെ കാക്ക എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വൃത്തിയായിട്ട ഒരു ബേർഡാണ് അല്ലേ. നന്നായിട്ട് നല്ലൊരു സ്വരവും ഇല്ല, കാണാനും കൊള്ളത്തില്ല. പക്ഷേ ഈ കാക്ക് ബുഷുണ്ടിയുടെ അടുത്താണ് ഗരുഡൻ പോയിട്ട്, അതായത് ഇത്രയും ഷാർപ്പായിട്ടുള്ള ആ ഗരുഡദേവൻ അദ്ദേഹത്തിൻ്റെ പോയി പഠിക്കാൻ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇദ്ദേഹം നന്നായിട്ട് സാധനയിൽ ഫിൽട്ടർ ചെയ്ത് വന്നതാണ്, നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് വന്നത്. ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ ആ ജന്മങ്ങളിൽ എനിക്ക് തോന്നുന്നു ആദ്യമേ ഇദ്ദേഹത്തിന് മനുഷ്യരൂപം എന്തോ ആയിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ അദ്ദേഹം ചെയ്ത സാധനം കറക്റ്റായിട്ട് വന്നപ്പം ശിവഭക്തനായിരുന്നു, അപ്പം ആചാര്യൻ വൈഷ്ണവരായിരുന്നു. അപ്പം ചെയ്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നപ്പോൾ ശാപം കിട്ടി. പിന്നെ അടുത്ത യാത്രയിൽ പോകുമ്പം പിന്നെയും ദ്വൈതം അദ്വൈതം എന്ന് പറയുന്ന ഫിലോസഫീനെ കുറിച്ച് കുറ്റം പറഞ്ഞു. അത് അപ്പോൾ ആലോചിക്കുക, അന്നേ നമ്മുടെ ഈ ഫിലോസഫീനെ പല പല ഡൈവേഴ്സിറ്റീസ് അന്നേ നമ്മുടെ വേദങ്ങളിലെ വേദിക് പീരീഡിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം കണ്ടു. നമ്മളിപ്പോൾ ഇവിടെ സാധന ചെയ്യുന്നവരുടെ ലവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ കാക്കുഷുണ്ടി ഇതെല്ലാം കണ്ടുവന്ന ഒരാളാണ്. ശ്രീരാമൻ്റെ എന്താ പറയുക, ചെറുപ്പം സമയം ഈ കാക്ക ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ ഇതിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് വെണ്ണയും കൊണ്ടും ഈ മങ്കീസിനൂടെ കളിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ ഭഗവാൻ ശ്രീരാമൻ ഈ കാക്കയുടെ കൂടെ കളിക്കുമായിരുന്നു. നമ്മുടെ ശ്ലോകങ്ങൾ വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പം ഈ കാക്കയ്ക്ക് ആക്ച്വലി കാക്ഭൂഷണ്ടി അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ കണ്ട യശോദയുടെ വായിന്നുള്ള ലോകം മൊത്തം കണ്ടുപോലെ ശ്രീരാമൻ്റെ വായിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ കാക്കയുടെ ഈ ഗുണം കൊണ്ടാണ് അവിടെ നിന്നാണ് ഈ ഗരുഡൻ പഠിക്കുന്നത് ഈ കാര്യങ്ങളല്ല. ഈ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴും ബലി കൊടുക്കുന്നതും ഈ കാക്കയ്ക്ക് കൊടുക്കുന്ന ഇതേ കാരണമാണ്. കുറേ പേർക്ക് അറിയത്തില്ല. ബിക്കോസ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം പോയിട്ട് നമ്മുടെ ആൻസസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയും. അതാണ് ഒരു സങ്കല്പം. ഈ ഗരുഡദേവന് അന്നത്തെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്തിരുന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല, സംശയങ്ങൾ വന്നു. ഇപ്പം നമ്മുടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഒരു ആചാരൻ്റെ അണ്ടറിൽ നിൽക്കും, ഡൗട്ടും ഇതാവും, സംശയം വരും. അപ്പം ഇത് അന്നേ ഉണ്ട് അല്ലേ. 20 പേര് 40 പേരുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഒരു 10 പേരായി 2 പേരായി ചിലപ്പോൾ 3 പേരായിട്ട് ഫ്രണ്ടിൽ കാണാറുള്ളൂ. അതാണ് ഇദ്ദേഹം പറഞ്ഞത്, ഡിവൈൻ ലവ് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല, എല്ലാവർക്കും കിട്ടത്തില്ല. ഇപ്പം കുങ്കുമം ഇട്ടും 3 വര ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈഷ്ണവനാവത്തില്ല. ബിക്കോസ് അത് നല്ലൊരു സാക്രിഫൈസാണ്. നമ്മൾ റെഡി ആവണം. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ആക്ച്വലി ഇത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പം വെറുതെ ഒരു എക്സ്റ്റേണൽ ഒരു അപ്പിയറൻസ് കൊണ്ടും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇവിടെ ആലോചിച്ച ഈ സ്റ്റോറി തന്നെ ഗരുഡൻ ഭഗവാന്റെ ഫ്രണ്ട് ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിന് സംശയം വരുവാണെങ്കിൽ നമ്മളെപ്പോലെ ആൾക്കാർ എന്തായിരിക്കും അല്ലേ, നമ്മൾ പറയും എനിക്കൊന്നും കിട്ടുന്നില്ല. നാരായണദാസ് പറയാറുണ്ടായിരുന്നു കംപ്ലൈൻറ്റ്, എനിക്കിത് കിട്ടാറില്ല, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ സ്റ്റോറി ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പെയാണ് വായിച്ചത്. ഇത് ഗുരുജിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ബുക്കെടുത്ത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളെല്ലാവരും പരാതി പറയാറുണ്ട്, എന്നെ മറന്നുപോയി, എൻ്റെ പ്രശ്നങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ, ഫ്രണ്ട് ഇരുന്ന് ഗരുഡൻ ഈ പ്രശ്നം വരുവാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതങ്ങനെയാണ്. ബിക്കോസ് ഈ മങ്കി മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും അത് നമ്മളെ മുന്നോട്ട് വരത്തില്ല. പക്ഷെ കുറച്ച് പേർക്കേ വരുന്നുള്ളൂ. അപ്പോൾ ആലോചിച്ചു, ഇത്രയും ഈ റസ്ഖാൻ ഇത്രയും എന്താ പറയുക ഒരു മ്ലേച്ഛനായിട്ട് ജനിച്ചു. പക്ഷെ ഇദ്ദേഹം ആ ലവ് കിട്ടുവാണെങ്കിൽ അദ്ദേഹം ഹി വാസ് റെഡി ടു വർക്ക്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്രേസ് കിട്ടി. അതാണ് ആക്ച്വലി നമുക്ക് ഈ സ്റ്റോറിയിൽ എനിക്ക് മനസ്സിലായ കാര്യം. അടുത്ത ശ്ലോകമുണ്ട്, ജഗ് മേ സബ്തെ അധിക് അതി മമതാ തൻഹി ലഖായി പേ നഹ തനഹു തേ അധിക് പ്യാരി പ്രേമ കഹായി. എല്ലാവർക്കും അവരവരുടെ ബോഡിക്കായിരിക്കുമല്ലോ സ്നേഹം അല്ലേ. പക്ഷേ ഒരു കറക്റ്റ് ലവറാണെങ്കിൽ അവനേക്കാളിലും അവൻ്റെ ബോഡിയെക്കാട്ടിലും മറ്റവരിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്, സ്വന്തം ഇതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. പ്രകൃതി തന്നെ പറയാറുണ്ടല്ലോ, ഈ ഒരു മരം വെട്ടുന്ന നിമിഷം വരെ, അവസാന നിമിഷം വരെ ഹീ വിൽ ഡൂ ഹിസ് ഡ്യൂട്ടി ടു ഗിവ് ഷെൽട്ടർ. നമ്മളതിനെ വെട്ടിക്കൊണ്ടിരുന്നാലും അതിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും, ഫ്രൂട്ട്സ് തന്നുകൊണ്ടിരിക്കും. റിവർ ആണെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഡ്യൂട്ടി തന്നുകൊണ്ടിരിക്കും.
ആക്ച്വലി അതിന് മനസ്സും ബുദ്ധി ചിത്ത ഒന്നും ഇല്ല. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ആക്ച്വലി എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല. പ്രകൃതിയിൽ കണ്ട് നമ്മൾ പ്രകൃതിയെ കണ്ടു പഠിക്കണം ആക്ച്വലി. എല്ലാം എന്താ പറയുക, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു എന്താ പറയുക എല്ലാം അങ്ങോട്ട് കൊടുക്കാൻ നോക്കുവാണ്. പക്ഷെ നമ്മൾ 2 കൈ കൊണ്ട് വാങ്ങാൻ നോക്കുവാണ്. ഇത് അവസാനത്തെ ഒരു ശ്ലോകമാണ്. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്കുള്ളതാണെന്ന് തോന്നുന്നു. ഞാനിത് വായിച്ചപ്പോഴും അത് തന്നെ ചിന്തിച്ച്, പോടി പടി പണ്ഡിത്ത് ഹുവാ കെ മൗലവി ഖുറാൻ ജോ പേ പ്രേം ജാനിയോ നഹി കിയോ കഹാ റസ്ഖാൻ. നിങ്ങൾ ബുക്ക് വായിച്ചാലും ശരി, സ്ക്രിപ്റ്റേഴ്സ് വായിക്കാം, നിങ്ങളെ ആൾക്കാർ പണ്ഡിതെന്ന് വിളിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഖുറാൻ എന്നെ ശ്ലോകങ്ങൾ പറഞ്ഞ് നല്ല മൗലവി എന്ന് നിങ്ങളെ പറയാം. യു ക്യാൻ ബിക്കം എ വെരി ഗുഡ് ഓറേറ്റർ. നല്ലൊരു സംസാരിക്കാനുള്ള ആളാവാം, ഭയങ്കര പണ്ഡിതനാവാം. പക്ഷേ ഉള്ളിൽ ആ പ്രേമഭാവം ഇല്ലെങ്കിൽ, ഈഗോ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ആർ വർത്ത്ലെസ്. അതായത് ഒന്നുമില്ല, കാണാനുള്ള പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ സാധനം ചെയ്യുന്ന ആരെയും കാണിക്കാനല്ല, ഗുരുവിനെയും കാണിക്കാനില്ല, ആരെയും കാണിക്കാനില്ല. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഇദ്ദേഹം അത് അവസാനം എഴുതുവാണെങ്കിൽ ആലോചിച്ചു, ഇത്രയും നല്ലൊരു സമ്പന്ന കുടുംബത്തിന് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് ആ ഗുരുവിൻ്റെ ഗ്രേസും കിട്ടി. അദ്ദേഹം അവസാനം പറഞ്ഞു. ബിക്കോസ് അദ്ദേഹത്തെ ആലോചിച്ചാൽ ഒരിക്കലും അദ്ദേഹം അത് പറയാൻ പോലും ശ്രമിച്ചില്ല. എനിക്ക് നന്നായിട്ട് പറയാനറിയാം. നമ്മളെല്ലാവരും ആണെങ്കിൽ ഓക്കെ, ഐ ബിക്കം എ ഗുഡ് ഓറേറ്റർ, എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നുണ്ട്, നല്ല സ്പീച്ച് തരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനും കേൾക്കാനും ആൾക്കാർക്ക് സുഖം മാത്രം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇനി ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ എന്താ പറയുക, ഇപ്പം ബാലുജി പറഞ്ഞ പോലെ ശക്തിപാത്, ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പെയാണ് ഗുരുജിയുടെ ഞാൻ ചോദിച്ചത്. ആക്ച്വലി ഗുരുജി ഇതെനിക്ക് ഒരു ആശ്ചര്യമായിരുന്നു, ശക്തിപാത് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത ആ ടേം. ആക്ച്വലി അതാണ് ശക്തിപാത്. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ റേക്കി ഹീലിംഗ്. റേക്കി ഹീലിംഗ് അല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചു, ഞാൻ ഒരിക്കലും ഇത് ചോദിക്കാനും ഒന്നും ശ്രമിച്ചില്ല. പിന്നെ ഇന്ന് ഗുരുജി ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് നിങ്ങളുടെ അടുത്തും കൂടെ പറയാം. നമ്മുടെ ഇത്രയോ എന്താ പറയുക, അത് ശക്തിപാത് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇപ്പോഴാണോ ഒരു സെർച്ചർ ഒരു മാസ്റ്ററിൻ്റെ അടുത്ത് വരുന്നത്, അപ്പോൾ തൊട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ്. ഒരു സെർച്ചറിനകത്ത് കുറേ എന്താ പറയുക, അപ്പോൾ അതായത് ഡിസൈപ്പിൾ റെഡിയായി നിൽക്കുകയാണെങ്കിൽ അവന് അകത്തുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും. പക്ഷേ അതിൽ കൂടുതൽ മേ ബി ഡിസ്ക്വാളിഫിക്കേഷൻ, കുറേ ബാഡ് ക്വാളിറ്റീസും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിനെയും ഫിൽട്ടർ ചെയ്തേയും അദ്ദേഹത്തിന് ആ ഗ്രേസ് കൊടുക്കുന്നൊരു പ്രോസസ്സാണ് ശക്തിപാത്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മളിപ്പം ഗോസ്പിൽസ് ഓഫ് രാമകൃഷ്ണ പരമഹംസനെ നോക്കിക്കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദന് ചവിട്ട് കൊടുക്കും. അല്ല, സ്വാമി വിവേകാനന്ദന് നെഞ്ചി ചവിട്ടും. അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ ചവിട്ടുന്ന അവിടെ അത് ശക്തിപാത് പ്രോസസ്സായിരുന്നു, ഗ്രേസ് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട് അദ്ദേഹം വന്നിട്ട് പോലും രാമകൃഷ്ണൻ അദ്ദേഹം പറയുന്നത്, നിനക്ക് എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു സമയത്ത് അച്ഛൻ മരിച്ചുപോയി, വീട്ടിലൊക്കെ ഇതൊക്കെ ആയിരുന്നപ്പോൾ പോലും ഇന്ത്യയിൽ ഇന്ന് എനിക്ക് പ്രശ്നങ്ങളുള്ള നിങ്ങളെന്നെ നോക്കുന്ന പോലുമില്ല, ഏത് നേരം ഇവിടെ വന്നിരിക്കുകയാണ്. ഈ കുറേ പയ്യന്മാർ വന്നിട്ട് നമ്മളിവിടെ നിൽക്കുന്ന പോലെ ഗുരുവിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വന്നിരിക്കുക. അപ്പം വൈകുന്നേരം ആയപ്പോൾ രാമകൃഷ്ണൻ അടുത്ത് പറയുകയാണ്, രാമകൃഷ്ണൻ ഇന്ന് വെള്ളിയാഴ്ച ഒരു കാര്യം ചെയ്യും, കാളിയമ്മ എടുത്ത് പോയി ചോദിക്കും. ചോദിക്കാം. അദ്ദേഹം അവിടെ പോകും. പക്ഷേ അതിന് അവിടെ ഒന്നും പറയാൻ പറ്റില്ല. ദേവിയുടെ ഫ്രണ്ട്, ദേവി എനിക്ക് ഭക്തി നൽകണമെന്നാണെന്ന് പറയുന്നത്. 2-3 പ്രാവശ്യം പോയിട്ട് പോലും നടക്കുന്നത്. അപ്പോഴും രാമകൃഷ്ണൻ്റെ അടുത്ത് ഇദ്ദേഹം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ കാരണമാണ് ഞാൻ കഷ്ടപ്പെട്ടതെന്ന് പറയും. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു ടെൽ. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഗ്രേസ് ആയിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ പൈസ കൊടുക്കാമായിരുന്നു. പൈസ കൊടുത്തിട്ട് ഭഗവാന്റെ ഫ്രണ്ടിൽ എന്താ പറയുക, മത്തങ്ങ ചോദിക്കുന്ന പോലെ ആയിപ്പോൾ. ഇവിടെ സ്വർണം തരാൻ ഭഗവാൻ റെഡിയാകുമ്പം മത്തങ്ങ ചോദിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ രാമകൃഷ്ണൻ ഒരിക്കലും ഒരു വിവേകാനന്ദൻ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് ഫിൽട്ടർ ആയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു ചെറിയ സ്റ്റോറിങ്ങൾ പറഞ്ഞ് നിർത്താം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന തുളസി രാമായണത്തിൽ ഒരു നല്ലൊരു സ്റ്റോറിയുണ്ട്. ഈ ഗുരുവിൻ്റെ ഗ്രേസ് കിട്ടുന്ന അറിയുന്ന സ്റ്റോറിയാണ് നമുക്കെല്ലാവർക്കും. അതായത് സേതുബന്ധനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഓരോ വാനരന്മാർ അവരെ കല്ലിട്ടിട്ട് പാലം പണിയാണ് അല്ലേ. ആക്ച്വലി അപ്പം ഈ ഹനുമാൻ്റെ വാല് തട്ടി, ഒരു കല്ല് തട്ടി ഹനുമാൻ്റെ വാലും മുറിയും, ഒരു അണ്ണാറെ കണ്ണനും തട്ടും. ഇത് കണ്ടിട്ടാണ് ഭഗവാൻ ശ്രീരാമൻ ആ അണ്ണനെ എടുക്കുന്നത്. എടുത്തിട്ട് തലോടാൻ തുടങ്ങും.
അപ്പം അദ്ദേഹത്തിന് ഭയങ്കര വിഷമവും വരും. എന്നിട്ട് പറയും, അയ്യോ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അണ്ണാനെ അല്ലേ. അപ്പം പറയും, എനിക്ക് ഞാൻ ഹനുമാനെ വഴക്ക് പറയണം, അവന് ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഇത്രയൊക്കെ ചെയ്യാനുള്ള കഴിവുള്ളവൻ നിന്നെ നോക്കിക്കൂടായിരുന്നു. എന്നിട്ട് ഹനുമാനെ വഴക്ക് പറയാൻ ഭഗവാൻ ശ്രീരാമൻ പറയുമ്പം അണ്ണൻ അയ്യോ അങ്ങനെ ചെയ്യരുത്, അരുതെന്ന് പറയും. അപ്പം ഭഗവാൻ ശ്രീമാൻ ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പം അണ്ണാൻ പറയും, പ്രഭു ഇവിടെ ഇത്ര ജീവികളുണ്ട്, ആൻസ് ഉണ്ട് അല്ലേ, ഓന്നുണ്ടായിരുന്നു, കിളികളുണ്ട്, അവരും ഇതേപോലെ കൊച്ചു കൊച്ചു കല്ലുകൾ പറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ എന്നെ മാത്രമാണ് തലോടിയത് അല്ലേ. ആ ഹനുമാൻ സ്വാമിയുടെ വാല് തട്ടി എനിക്ക് ചെറിയതായിട്ട് എന്താ പറയുക പെയിൻ വന്നില്ലായിരുന്നു, താങ്കൾ എന്നെ തുടത്തു പോലും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ ഈ 3 വര അദ്ദേഹത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, പ്ലീസ് ആ ഹനുമാൻ സ്വാമിയുടെ ആ വാലിപ്പിച്ചിട്ട് മുറിവുണ്ട്, ആ മുറിവിനെ ഒന്ന് ഉണക്കണേ ഭഗവാനെ എന്ന് പറയും. അപ്പം അവിടെ ഹനുമാൻ സ്വാമി ഗുരുവാണ്, രാമൻ ഭഗവാനാണ്. അപ്പം നമുക്ക് ഈ ശക്തിപാതൻ്റെ പ്രോസസ്സ് ആക്ച്വലി സ്റ്റോറി കൂടെ തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പം വേറൊന്നും വേണ്ട, മനസ്സുകൊണ്ടൊരു താങ്ക്സ് പറയുക. താങ്ക് യു ഫോർ ദ ഗ്രേസ് ഗോഡ് ഫോർ ദാറ്റ് യു ഹാവ് ഗിവൻ ഓഫ്, താങ്ക് യു മാസ്റ്റർ ഫോർ വാട്ട് ഐ എം ഗെറ്റിംഗ്. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബിക്കോസ് അവിടെ ഹനുമാൻ്റെ വാലിനും മുറിവുണ്ടാവുന്നുണ്ട്, അത് ഭഗവാൻ അറിയാം. പക്ഷേ അണ്ണാൻ കണ്ണനെ പോലെ ആ വാലിനും മുറിവുണ്ടായി, ആ വാലിൻ്റെ വേദന മാറ്റണേ, ആ ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരി ഓം.